അസ്സലാമു അലൈക്കും. ഞാൻ ശ്രീകുടിഞ്ഞു പ്രിയ കൂട്ടുകാരെ. ഇന്നലെ മുഹമ്മദ് അലി കിനാലൂരിട്ടൊരു പോസ്റ്റ് കണ്ടപ്പോൾ എൻ്റെ മനസ്സിൽ ചില സംശയങ്ങൾ വരികയുണ്ടായി. ബേപ്പൂർ മന്ത്രി മുഹമ്മദ് റിയാസ് മത്സരിക്കുന്നതിൽ പള്ളി കമ്മിറ്റിക്ക് വേണ്ടിയിട്ടാണോ അതിലെ മദ്രസ കമ്മിറ്റിക്ക് വേണ്ടിയിട്ടാണോ അതുമല്ല നിയമസഭയിലേക്കാണോ എന്നൊരു സംശയം എനിക്ക് വരികയുണ്ടായി. വിഷയം മറ്റൊന്നല്ല. പെരുന്നാൾ ദിവസം ചാലിയത്തൊരു വീട്ടിലേക്ക് ബഹുമാനപ്പെട്ട കാന്തബ്രഹ്മസ്ഥാനെ കാണാൻ വേണ്ടിയിട്ട് മന്ത്രി റിയാസും പി വൻവരയ്ക്ക് വരികയുണ്ടായി. അവിടെ വെച്ച് ഉസ്താദ് ദുആ ചെയ്യുന്നുണ്ട്. ആ സമയത്ത് മുഹമ്മദ് റിയാസ് കൈ ഉയർത്തി ആമീൻ പറഞ്ഞില്ല എന്നുള്ളതാണ് കിനാലൂരിൻ്റെ കംപ്ലൈൻറ്റ്. മുഹമ്മദ് റിയാസ് വളരെ വിനോദിതനായിട്ട് താഴ്മയോടെ ഇരിക്കുന്നുണ്ട്. അസാസിൽ എവിടെയാണ് ഉള്ളത്? കൈ ഉയർത്തിൽ മാത്രമേ ദുആ സ്വീകരിക്കപ്പെടൂ എന്നുള്ളത്, അങ്ങനെ മാത്രമേ ദുആ ചെയ്യാൻ പാടുള്ളൂ എന്നെവിടെ ഉള്ളത്? പടച്ചിറപ്പ് നോക്കണം, മനസ്സിലാക്കണം. മനസ്സിൽ തട്ടിയിട്ടുള്ള ദുആക്ക് പെട്ടെന്ന് വിജാബത്ത് ഉത്തരം കിട്ടും. ഇനി അതല്ല മുഹമ്മദ് അലി കിലാനൂർ ഉദ്ദേശിക്കുന്നത് മുഹമ്മദ് റിയാസിൽ അതൊന്നും വിശ്വാസമില്ലാത്ത ഒരാളാണ് എന്ന് വരുത്തി തീർക്കാനാണെങ്കിൽ മുഹമ്മദ് റിയാസ് ചെയ്ത് 100% ശരിയാണ്. അദ്ദേഹത്തിന് ബിഗ് സല്യൂട്ട് കൊടുക്കണം. കാരണം അദ്ദേഹം 10 വോട്ടിന് വേണ്ടിയിട്ട് തൻ്റെ വിശ്വാസം ബലി കഴിച്ചിട്ടില്ല. ഇപ്പം നമ്മൾ കണ്ട് ഇലക്ഷൻ്റെ മുമ്പ് സ്റ്റേജാന്തരം മക്ബറകളെയും കൂട്ടുപ്രാർത്ഥനയൊക്കെ എതിർത്ത് പ്രസംഗിച്ച് നടന്നവർ സ്ഥാനാർത്ഥിയായപ്പോൾ മക്ബറകളിലേക്കും ഒക്കെ ഓടിക്കയറുന്ന രംഗം, കൂട്ടുപ്രാർത്ഥനയിലൊക്കെ പങ്കെടുക്കാൻ വേണ്ടി തിക്കും തിരക്കും കൂട്ടുന്ന രംഗം നമ്മൾ കാണുന്നത്. ഇത് കപടതയാണ്. 2 വോട്ടിന് വേണ്ടി ജനങ്ങൾ വഞ്ചിക്കണം. അത് മുഹമ്മദ് റിയാസ് ചെയ്തിട്ടില്ല. അപ്പം മുഹമ്മദ് റിയാസാണ് ഇപ്പോൾ ഉള്ളവരാണ് ജനാധിപത്യ രാജ്യത്ത് ജയിച്ചു വരേണ്ടത്. അവർക്ക് എല്ലാവർക്കും ഉപകാരം ചെയ്യാൻ കഴിയുള്ളൂ. പിന്നെ കിലാലൂർ അതിന് പറയുന്നുണ്ട്, സ്കൂളിലൊക്കെ ഈശ്വര പ്രാർത്ഥന നടത്തുന്ന സമയത്ത് എല്ലാവരും എണീറ്റ് ബഹുമാനിക്കാറുണ്ട്. എനിക്ക് മുഹമ്മദ് അലി കിലാലൂരോട് ചോദിക്കാനുള്ളത്, സ്കൂളുകളിലും പൊതുസ്ഥലത്തും നടക്കുന്ന ഇതുപോലുള്ള ഭക്തിഗാനങ്ങൾക്ക് തുല്യമാണോ ഒരു പ്രാർത്ഥനയും മറ്റുള്ള ആരാധനകളൊക്കെ? രണ്ടും എങ്ങനെ ഒന്നിപ്പിക്കാൻ കഴിയുക? ഒരു മുസ്ലിം സ്ഥാനാർത്ഥി ഒരു ഹൈന്ദവ ക്ഷേത്രത്തിൽ പോയിട്ട് അവർ ആചാരങ്ങൾ പ്രകാരം ചെയ്യണമെന്നാണോ കിലാലൂർ പറയുന്നത്? സ്വന്തം വ്യക്തിത്വം വിശ്വാസം മുറുകെ പിടിച്ചുകൊണ്ട് തന്നെ ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കാൻ കഴിയണം. അതാണ് പൊതുപ്രവർത്തനം. അതായിരിക്കണം പൊതുപ്രവർത്തന മുഖമുദ്ര. അല്ല ഇതുപോലെ വില കുറഞ്ഞ പോസ്റ്റുകൾ ഇട്ടിട്ട് ഒരാളെ വ്യക്തിമായിട്ട് അവഹേളിക്കുന്നത് ഒട്ടും ശരിയല്ല. ഇനി കിലാലൂരിനെ UDF അധികാരത്തിൽ എത്തിക്കണമെന്ന് ആഗ്രഹം എന്നുണ്ടെങ്കിൽ അദ്ദേഹം എന്ത് ചെയ്യട്ടെ? കഴിഞ്ഞ ഗവൺമെൻറ് ന്യൂനതകൾ, മുഹമ്മദ് റിയാസിൻ്റെ ന്യൂനതകൾ എടുത്ത് പോസ്റ്റ് ചെയ്യട്ടെ. ആരും ഒന്നും പറയില്ല. പക്ഷെ മതത്തെ കൊണ്ടുപോയിട്ട് വിശ്വാസത്തെ വെച്ചിട്ട് ഇതുപോലുള്ള കാര്യങ്ങൾ പോസ്റ്റ് ചെയ്യുമ്പോൾ അതൊക്കെ ജനങ്ങളുടെ തെറ്റിദ്ധാരണകൾ വരുത്തും. മറ്റുള്ളവർക്ക് അത് കാണുന്നുണ്ട്. ഇപ്പോൾ ജനാധിപത്യ രാജ്യത്ത് ആൾ കൈ ഉയർത്തുന്നുണ്ടോ, ദുആ ചെയ്യുന്നുണ്ടോ, നിസ്കരിക്കുന്നുണ്ടോ എന്ന് നോക്കിയിട്ടല്ല വോട്ട് ചെയ്യണത്. ഒരു ഹൈന്ദവ സ്ഥാനാർത്ഥി, മതത്തിൽ വിശ്വാസമില്ലാത്ത സ്ഥാനാർത്ഥി നിസ്കരിക്കുന്ന സ്ഥലത്തുണ്ടെങ്കിൽ അദ്ദേഹം നിസ്കരിക്കണമെന്നാണോ കിനാലൂർ പറഞ്ഞു വരുന്നത്? അങ്ങനെ ഏത് ഇസ്ലാമിലെ നിയമമുള്ളത്? അപ്പോൾ ജനങ്ങളെ പൊട്ടിച്ചേക്കണം. ഇമാര് വില കുറഞ്ഞ പോസ്റ്റുകൾ ദയവേത് കിനാലൂർ ഇപ്പോൾ ഉള്ള ഒരു പോസ്റ്റ് ചെയ്യരുത്.